കണ്ണന് രാധയുണ്ട്, രാമന് സീതയുമുണ്ട്, എനിക്കാരുണ്ട് എന്ന ചോദ്യമാണ് കേരളത്തിലെ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്ന യുവാക്കളുടെ മനസ്സിൽ ഉയരുന്നത്. ഇന്ന് കേരളത്തിലെ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ വിവാഹം. വിവാഹപ്രായം കഴിഞ്ഞും നിരാശയില്ലാണ്ട് ഇരിക്കുന്ന ധാരാളം യുവാക്കളെ നമുക്കിന്ന് ചുറ്റുപാടിലും കാണാം. എന്താണ് ഇതിന് കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള പോംവഴി? പനാസയ്യം പരിശോധിക്കുന്നു. സ്ത്രീകൾക്കിടയിൽ നടത്തിയ സർവേ വിരൽ ചൂണ്ടുന്നത് പ്രധാനമായും 5 കാര്യങ്ങളാണ് സ്ത്രീകൾ അവരുടെ വരലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്പർ 1, ജോലി. നിങ്ങൾക്കറിയുന്നത് പോലെ ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രത്യേകിച്ചും സർക്കാർ ജോലി. പക്ഷേ ഈ അടുത്തായി അതിൽ മാറ്റം വന്നിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് സർക്കാർ ജോലി തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. പ്രൈവറ്റ് മേഖലയിൽ തന്നെ ആകർഷകമായ നിരവധി ജോലികളുണ്ട്. മാന്യവും സ്ഥിരവും നല്ല വേതനമുള്ള ജോലി പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നു. നമ്പർ 2, വിദ്യാഭ്യാസം. കേരളത്തിലെ പെൺകുട്ടികൾക്ക് പൊതുവെ വിദ്യാഭ്യാസം കൂടിയവരാണ്. മിനിമം ഒരു ഡിഗ്രിയെങ്കിലും പൂർത്തിയാക്കാത്തവർ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അവർ തങ്ങൾക്ക് തുല്യരായ വിദ്യാഭ്യാസമുള്ളവരെ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെ ലൈഫ് പാർട്ട്ണറാക്കാൻ താല്പര്യപ്പെടുന്നു. നമ്പർ 3, പ്രായം. പണ്ടത്തെ വധുവും വരനും തമ്മിൽ 10 വയസ്സിന് മുകളിലെ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് സ്വാഗതം ചെയ്യപ്പെടുന്നില്ല. ഭൂരിഭാഗം പെൺകുട്ടികളും തങ്ങളെക്കാൾ വളരെ പ്രായം കൂടിയവരെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. 30 വയസ്സിന് മുകളിൽ പ്രായമായവർ പൊതുവെ വിവാഹ മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചവരാണ്. സ്ത്രീകൾ ഇപ്പോൾ സമപ്രായക്കാരെയാണ് കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇത് 80 കിഡ്സിനും 90 കിഡ്സിനും ഉണ്ടാകുന്ന തലവേദന ചെറുതല്ല. പെൺകുട്ടികളുടെ അഭിപ്രായത്തിൽ വരനും വധുവും തമ്മിലുള്ള പ്രായവ്യത്യാസം അവരുടെ കാഴ്ചപ്പാടുകളെയും വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. അത് അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിലേക്കും വഴിതെളിക്കും. നമ്പർ 4, ക്യാരക്ടർ. കാലത്തിനനുസരിച്ച് മാറാത്ത പഴഞ്ചൻ രീതികൾ പിന്തുടരുന്ന പുരുഷന്മാരിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ താല്പര്യക്കുറവാണ്. ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ആകർഷമായതും മാന്യവുമായ പെരുമാറ്റം, ലഹരികൾ ഉപയോഗിക്കാതിരിക്കുന്നത്, പക്വത എന്നിവയെല്ലാം ഘടകങ്ങളായി വരുന്നുണ്ട്. തന്തവൈബ് പ്രകടിപ്പിക്കുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. നമ്പർ 5, റെസ്പോൺസിബിലിറ്റി. ദൈവത്തിൻ്റെ പാതി പുരുഷനും പാതി സ്ത്രീയുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും തുല്യമായ സ്റ്റാറ്റസാണ്. കുടുംബത്തിലെ ചുമതലകൾ അല്ലെങ്കിൽ ജോലികൾ തുല്യമായി വിഭജിക്കപ്പെടണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നു. ഇന്ന് പെൺകുട്ടികൾ കൂടുതൽ പേരും വിവാഹത്തിന് വിസമ്മതിക്കുന്നത് കുടുംബഭാരം മുഴുവൻ തങ്ങൾ വഹിക്കേണ്ടി വരുമോ എന്ന ഭയം മൂലമാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തിലൂടെ ലഭിക്കേണ്ടത് ഒരു യജമാനെയല്ല, എന്തും ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടുകാരനെയാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ തങ്ങൾക്ക് തുല്യ പദവി നൽകുന്ന പുരുഷന്മാരെ ഭർത്താവായി വരിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകൾ പരിഗണിക്കുന്നത് എന്നാണ് സ്ത്രീകൾക്കിടയിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത്. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ കുടുംബഭാരം ചുമലിലേറ്റി മികച്ച വിദ്യാഭ്യാസം കിട്ടാതെ പോയ, തൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ, ഗവൺമെൻറ് ജോലിയോ ആകർഷകമായ പ്രൈവറ്റ് ജോലിയോ ഇല്ലെങ്കിലും മികച്ച വരുമാനവും നല്ല മനസ്സുമുള്ള ധാരാളം അവിവാഹിതരായ ചെറുപ്പക്കാർ നമ്മൾക്കിടയിലുണ്ട്. അവരുടെ കണ്ണുനീർ നമ്മൾ കാണാതെ പോകരുത്. ഇതേപോലെയുള്ള ആകർഷകമായ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.